ആദ്യം തന്നെ വലിയൊരു സ്റ്റോറി പറയുന്നു. ഈ സ്റ്റോറി ആർക്കത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു മൈൻഡ് കൊണ്ട് ഞാൻ നിർത്തിയതായിരുന്നു. ഇല്ലാത്ത ടൈം ഉണ്ടാക്കിയിടുന്നതായിരുന്നു ഇത്. ഇപ്പോൾ അടുത്ത് എനിക്ക് ഇൻസ്റ്റയിലൊരു മെസ്സേജ് വന്നു. അപ്പോഴാണ് ഇത് ഇഷ്ടപ്പെടുന്ന 1-2 പേരെങ്കിലും ഉണ്ട് എന്നുള്ളൊരു മൈൻഡ് എനിക്ക് വന്നത്. അപ്പോൾ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണെ. ഇഷ്ടപ്പെടുന്ന പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നീലശലഭം പാർട്ട് 38. അവൻ്റെ അമ്മ നീട്ടിയ ആ ഉരുള കണ്ട് അവൻ വാ തുറന്നു. വളരെയധികം സന്തോഷത്തോടെ ആയിരുന്നു ശ്രീ അത് സ്വീകരിച്ചത്. ആ അമ്മയുടെ ഓരോ ഉരുളയും അവൻ കഴിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിറയുന്ന പോലെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരുന്ന ചെറിയമ്മ, ആരെ കാണിക്കാനാ ഇങ്ങനെ ഓരോ കോപ്രായങ്ങൾ? അത് ദേഷ്യത്തിൽ പിറുപിറുത്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് നിർത്തിക്കൊണ്ട് അവർ ദേഷ്യത്തിൽ എണീറ്റ് പോയി. നീലി അവർ പോയ വഴിയെ ഒന്ന് നോക്കി നിന്നു. നീലിക്ക് ഇതെല്ലാം കാണുമ്പോൾ അവളുടെ ഉള്ളിൽ നിറയുമ്പോഴും അവളുടെ ഉള്ളിൽ ഒരു വിഷമം തങ്ങി നിന്നു. അമ്മേ, ഇനി നീലിക്ക് വാരി നൽകു. നീലിയെ നോക്കിക്കൊണ്ട് ശ്രീകാന്ത് അത് പറഞ്ഞതും നീലിയുടെ മനസ്സറിഞ്ഞതുപോലെ അവൾ അത്ഭുതത്തോടെ ഒന്നും മിണ്ടാതെ അവനെ അങ്ങനെ നോക്കി. അമ്മ പുഞ്ചിരിയോടെ അവൾക്കും അവനും എല്ലാം നൽകി. നീലിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയുന്നുണ്ടായിരുന്നു. എന്നാ ഇനി ഞങ്ങൾക്കും. അങ്ങനെ അപ്പവും അമ്മവും അത് പറഞ്ഞതും എല്ലാവർക്കും ഇവർ വാരി നൽകുന്നതെല്ലാം കണ്ട് ആ മുത്തശ്ശൻ ഒരു പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് അകത്തേക്ക് പോയി. അവിടെ നിന്നും എണീറ്റ് പോയിട്ടും ചെറിയമ്മ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് ഇതെല്ലാം കാണുന്നുണ്ട്. അവരുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. ശ്രീകാന്തും നീലിയും അമ്പലത്തിൽ ദേവിക്ക് മുമ്പിൽ പ്രാർത്ഥനയോടെ നിന്നു. നീലിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമായിരുന്നു. അപ്പോൾ എനിക്കറിയാം ദേവി, ഡോക്ടർ പറഞ്ഞത് പ്രകാരം എൻ്റെ ശ്രീയേടന് ആയുസ് കുറവാണെന്ന്. പക്ഷേ അതെനിക്ക് അംഗീകരിക്കാനാവുന്നില്ല. ഇദ്ദേഹം ഇല്ലാത്ത ജീവിതം എനിക്ക് ഓർക്കാൻ കൂടെ കഴിയുന്നില്ല. ഒന്നും സംഭവിക്കില്ല എന്ന പോലെ പുറമെ ഞാൻ നടക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ പൊട്ടിക്കരയുന്നുണ്ടെന്ന് നീ കാണുന്നില്ലേ ദേവി? നീ കൈവിടരുതേ. ആര് കൈവിട്ടാലും നീ കൂടെ കാണുമെന്ന ആ വിശ്വാസത്തിലാണ് ഞാൻ. അവൾ അത്രയും പറഞ്ഞ് കണ്ണുകൾ തുടച്ചു. അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് നോക്കുമ്പോൾ അവിടുത്തെ ശ്രീകാന്ത് ഇല്ലായിരുന്നു. അവൾ ചുറ്റും നോക്കി. എന്തോ ഓർത്തതുപോലെ അവൾ പ്രസാദം വാങ്ങി നേരെ വന്നത് കുളത്തിൻ്റെ അവിടേക്കാണ്. അവിടെ ശ്രീകാന്ത് പൂക്കളെല്ലാം കൊണ്ട് കിതപ്പോടെ സ്റ്റെപ്പിൽ ഇരിക്കുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്തേക്ക് പോയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും വേണ്ടെന്ന്, എന്തിനാ ഇപ്പോൾ ഇത് പറിക്കാൻ പോയത്? അവൻ്റെ നെഞ്ചിൽ തടവിക്കൊണ്ട് അവൾ പറഞ്ഞതും അവനൊരു പുഞ്ചിരിയോടെ അവൾക്ക് നേരെ ആ ആമ്പൽ പൂക്കൾ നൽകി. ഈ ആമ്പൽ പൂക്കളാണ് നിനക്ക് വേണ്ടി ഞാൻ നൽകുന്ന ആദ്യത്തെയും അവസാനത്തെയും എൻ്റെ പ്രിയപ്പെട്ട സമ്മാനം. അവനത് പറഞ്ഞതും അവിടെ നിന്നും എണീറ്റു പോയി. അവൾ ഒരു ഞെട്ടലോടെ അത് കേട്ട് ആ പൂക്കളിലേക്ക് നോക്കി. ആദ്യമായിട്ട് അവൾക്ക് വേണ്ടി അവൻ നൽകിയ ആ പൂക്കൾ അവൾ ഒരു സന്തോഷത്തോടെ ഓർത്തെടുത്തുകൊണ്ട് ഈ പൂക്കൾ അവളുടെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. നിറഞ്ഞു വരുന്ന കണ്ണുകൾ അവൾ തുടച്ചുകൊണ്ട് ആ സ്റ്റെപ്പുകൾ കയറി വരുമ്പോൾ ശ്രീകാന്ത് അമ്പലത്തിന് മുമ്പിലുള്ള കടയിൽ നിന്നും കുപ്പിവളകൾ വാങ്ങുകയായിരുന്നു. അത് കണ്ട് നീലി അവൻ്റെ അടുത്തേക്ക് വന്നു. ആ കൈ നീട്ടിക്കേ, ഇനി എൻ്റെ പെണ്ണിൻ്റെ കൈകളൊന്ന് സുന്ദരമാവട്ടെ. ശ്രീകാന്ത് സന്തോഷത്തോടെ അവളുടെ കയ്യിലേക്ക് അത് ഇട്ട് നൽകിയതും അവൾ അവനെയും ആ വളയെയും നോക്കി നിന്നു. എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? ഇഷ്ടമായില്ലേ? അവൾ അതേ എന്ന് തലയാട്ടി കാണിച്ചു. എന്നാ വാ, നമുക്കിന്ന് അപ്പുവിനെയും അമ്മുവിനെയും കൂട്ടി ഒന്ന് കറങ്ങാനെല്ലാം പോകണം. എല്ലാവർക്കും എൻ്റെ വക ഡ്രസ്സ് എടുക്കണം, പിന്നെ എൻ്റെ പെണ്ണിനും. വാത്തൂരാതെ സംസാരിച്ചുകൊണ്ട് അവളുടെ മുമ്പിൽ നടക്കുന്ന ശ്രീകാന്തിനെ അവൾ അങ്ങനെ നോക്കി നിന്നു. അവൻ സംസാരിച്ചു കൊണ്ട് നോക്കുമ്പോൾ അവൾ അവനെ തന്നെ നോക്കുകയാണ്. എന്താടി ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ശ്രീകാന്ത് ചോദിച്ചു. അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടിക്കൊണ്ട് അവനിലേക്ക് ചേർന്ന് നിന്നു. ഇന്ന് നീയാണ് അമ്മയോട് എനിക്ക് വാരി നൽകാൻ പറഞ്ഞതെന്ന് എനിക്കറിയാം. എനിക്ക് നഷ്ടമായതെല്ലാം നീ എനിക്ക് തിരിച്ചു നൽകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിനക്ക് നഷ്ടമായതോ? നീയും അങ്ങനെ ഒരു അമ്മയുടെ സ്നേഹം കൊതിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നീലി. എനിക്കെല്ലാമായി ശ്രീയേട്ടനില്ലേ? അത് കേട്ടതും അവൻ അവളെ ഒരു പുഞ്ചിരിയോടെ നോക്കി. വാ, നിനക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. അതും പറഞ്ഞ ശ്രീ അവളെയും കൂട്ടിക്കൊണ്ട് ഒരു വീട്ടിലേക്ക് പോയി. വീട്ടിൻ്റെ പുറത്തെത്തിയതും നീലി ചുറ്റുമൊന്ന് നോക്കുന്നുണ്ട്. പാറുവമ്മേ. ശ്രീകാന്ത് നീട്ടി വിളിച്ചതും ഒരു വയസ്സായ സ്ത്രീ അകത്ത് നിന്നും ഇറങ്ങി വന്നു. ആരാ ഇത്? എൻ്റെ ശ്രീകുട്ടനോ? പാറമുത്തശ്ശി അത് പറഞ്ഞതും എന്നോട് എന്നും ചോദിക്കാറുള്ള ഒരാളെ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. നീലിയെ അവളുടെ മുമ്പിലേക്ക് നിർത്തിക്കൊണ്ട് പറഞ്ഞതും, ഓ ഇതാണോ നിന്റെ നീലിപ്പെണ്ണ്?
നീലിയുടെ കവളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോഴേക്കും അകത്തു നിന്നും മറ്റൊരാൾ ഇറങ്ങി വന്നു. ആഹാ, ആരൊക്കെയാ ഇതെല്ലാം? വാ വാ, അകത്തേക്ക് വാ. രേവതിയായിരുന്നു അത്. ഇതാണ് എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ രേവതി, ഇത് അമ്മ. നീലിയോടായി ശ്രീകാന്ത് പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി. നിന്റെ നീലിപ്പെണ്ണിനെ ഒന്ന് കാണാനായല്ലോ. എത്രയായി നിന്നോട് അമ്മ ചോദിക്കുന്നു നീലിയെ കൊണ്ടുവരാൻ. രേവതി അവർക്ക് ചായ നൽകിക്കൊണ്ട് പറഞ്ഞു. ഇവൻ ഇവിടെ വന്ന എൻ്റെ നീലിപ്പെണ്ണ് നീലിപ്പെണ്ണ് എന്ന് പറയാനേ നേരമുള്ളൂ. നിന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തുടങ്ങിയതാ ഇതെല്ലാം. അത് കേട്ട് ഞെട്ടിക്കൊണ്ട് നീലി അവനെ നോക്കി. അവൻ കണ്ണിറക്കി കാണിച്ചു. അങ്ങനെ കുറച്ചു നേരം അവിടെ സംസാരിച്ചിരുന്ന ശേഷം നീലിയും ശ്രീകാന്തും പുറത്തേക്കിറങ്ങി. അവരോട് യാത്ര പറഞ്ഞു പോകാൻ നേരം പെട്ടെന്ന് രേവതി അവരുടെ അടുത്തേക്ക് ഓടി വന്നു. ശ്രീകാന്ത്, നീ ഇതുവരെ ചെയ്ത കാര്യങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഇനി മുതൽ നീ ഇങ്ങോട്ട് പണമൊന്നും അയക്കണ്ട. PSC എഴുതി എനിക്കൊരു ജോലി കിട്ടിയത് നീ അറിഞ്ഞില്ലേ? അത് സന്തോഷമുള്ള കാര്യമല്ലേ? എന്നാലും ഞാൻ അടക്കുന്നതും ഇവിടെ നിൽക്കട്ടെ. മക്കളുടെ പഠന ചെലവിന് ആവശ്യം വരും. ശ്രീകാന്ത് അത് പറഞ്ഞതും, വേണ്ട ശ്രീകാന്ത്, ഇത്രയും ചെയ്തതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇനി അത് വേണ്ട മോനെ. മോളെ, നീ ഭാഗ്യം ചെയ്തവളാ, ഇങ്ങനെ ഒരാളെ കിട്ടിയതിൽ. നല്ല മോന. അവസാനം നീലിയുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് അത് പറഞ്ഞുകൊണ്ട് രേവതി പോയതും ഒന്നും മനസ്സിലാവാതെ നീലി ശ്രീകാന്തിനെ നോക്കി. വാ, എല്ലാം ഞാൻ പറഞ്ഞു തരാം. അത് ശ്രീകുമാർ ചേട്ടൻ്റെ ഭാര്യയും കുടുംബവുമാണ്. ശ്രീകുമാർ ചേട്ടനും ഞാനും പണ്ട് ജയിലിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. കള്ളു കുടിച്ചു വന്ന് സ്വന്തം അമ്മയെ കൊല്ലാൻ നോക്കിയ അച്ഛനെ തലക്ക് തല്ലി കൊന്നെന്ന പേരിൽ ജയിലിലായിരുന്നു അദ്ദേഹം. എന്നേക്കാൾ മൂത്ത ഒരാളാണെങ്കിലും അന്ന് എൻ്റെ വിഷമം കേട്ടിരുന്ന് ഇവിടെ നാട്ടിൽ വന്നിട്ട് പോലും എനിക്കാകൊരു തുണയുണ്ടായിരുന്ന ഒരേ ഒരാൾ. എന്നെ മകനെ പോലെ കാണുന്ന ഒരമ്മ, സഹോദരനായി കാണുന്ന രേവതി ചേച്ചി. കുമാർ ചേട്ടൻ വലുതായി ഒരു ജോലി കിട്ടി വിദേശത്തേക്ക് പോയി. അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന അവരുടെ ജീവിതത്തിൻ്റെ ഇടയിൽ കുമാർ ചേട്ടന് ഒരു ആക്സിഡന്റ് പറ്റി. വിദേശത്ത് വെച്ചാണ് മരിച്ചത്. ആ സംഭവം ഇന്നും ആ അമ്മക്കറിയില്ല. പാറു അമ്മയുടെ കണ്ണിൽ ഇന്നും അവരുടെ മകൻ വിദേശത്തുണ്ട്. അന്ന് മുതൽ ആ വീട്ടിലേക്ക് പണം അയക്കുന്നത് ഞാനാണ്. ആ അമ്മ അവരുടെ മകൻ്റെയാണെന്ന് വിചാരിക്കുന്നു. അവരുടെ കൊച്ചുമോന് എഞ്ചിനീയർ ആവാൻ എറണാകുളത്ത് പഠിക്കുക. ആ മകൻ വിളിക്കുമ്പോഴെല്ലാം സ്വന്തം മകൻ വിദേശത്ത് നിന്നും വിളിക്കാണെന്ന രീതിയിൽ സംസാരിക്കും. അങ്ങനെയാ അവരുടെ ജീവിതം കടന്നു പോകുന്നത്. അതും പറഞ്ഞ് അവനൊരു നെടുവീർപ്പിട്ടപ്പോൾ അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. ശ്രീയേട്ടനെ കിട്ടാൻ ഞാൻ എന്തോ ഭാഗ്യം ചെയ്തിട്ടുണ്ടപ്പോ. അതെല്ലാം കേട്ട് സന്തോഷത്തോടെ നീലി പറഞ്ഞതു, നിന്നെ കിട്ടാൻ ഞാനും ഭാഗ്യം ചെയ്തെന്ന് പറയണം പെണ്ണേ. ചേട്ടാ, അത് 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 നീലി ചേച്ചി വലിച്ചു പിടിച്ചോ, ഇപ്പൊ ചാടും. അമ്മു അപ്പും ചാമ്പക്ക വേണമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് മരത്തിൽ കയറിയിട്ടുണ്ട്. അമ്മു താഴെ നിന്നും ഇവിടെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് ശ്രീക്ക്. നീലിയും അപ്പും ഒരു വല പിടിച്ച് മരത്തിന് താഴെ നിൽപ്പുണ്ട്. ശ്രീകാന്ത് താഴേക്ക് ഇടുന്നതെല്ലാം ഇവർ വല പിടിച്ച് നിലത്തേക്ക് ചാടാതെ പിടിക്കുന്നുമുണ്ട്. ശ്രീയേട്ടാ, ഈ സൈഡിൽ ചുവന്ന് നിൽപ്പുണ്ട്, എന്നാൽ നിങ്ങൾ അങ്ങോട്ട് മാറി നിന്നോ, ഇനി അവിടെ നിന്നുമാണ് ഇടുന്നത്. അതും പറഞ്ഞ് ശ്രീകാന്ത് വീണ്ടും പറിച്ചു. ഇനി മതിയില്ലേ? ആ ചേട്ടൻ ഇറങ്ങിക്കോ, മതി മതി. ശ്രീകാന്ത് മരത്തിൽ നിന്നും ഇറങ്ങുമ്പോഴേക്ക് ഇവരെല്ലാം ഓരോ കവറിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ പകുതി അമ്മക്ക് അച്ചാറിടാൻ നൽകാം. ബാക്കി നമുക്ക് ഉപ്പും മുളക് പൊടിയും ഉപ്പും അതിലേക്ക് ലേശം വെളിച്ചെണ്ണയും ഒഴിച്ച് മിക്സാക്കി അതിലേക്ക് ഇതും ഇട്ട് കഴിച്ചാൽ എന്താ രസമെന്നറിയോ? അമ്മത് പറഞ്ഞത്, ഹോ നീ കൊതിപ്പിക്കാതെ വാ, നമുക്ക് കരിക്കും കൂടെ ഇട്ടാലോ. തെങ്ങിലേക്ക് നോക്കിക്കൊണ്ട് ശ്രീകാന്ത് പറഞ്ഞതും, ഇനിയും മരത്തിൽ കയറേണ്ട ശ്രീയേട്ടാ, കിതക്കും, പിന്നീടാവാം. ഞാൻ സ്ട്രോങ് ആണ് നീലി, ഇതൊക്കെ എന്ത്? അവൻ കൈയൊക്കെ തട്ടിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞതും, ചേട്ടൻ എന്താ കൊച്ചുകുട്ടിയാണോ കിതക്കാൻ? ചേട്ടൻ കയറിക്കോ. അപ്പു ആവേശത്തോടെ പറഞ്ഞതും ശ്രീകാന്ത് ആവേശത്തിൽ മരത്തിൽ കയറി. നീലി ഒന്നും മിണ്ടാതെ അത് നോക്കി നിന്നു. ശ്രീകാന്ത് ഓരോ തേങ്ങയായി തയക്കിട്ടതും, അപ്പു അമ്മു നിങ്ങൾ പോയി തേങ്ങ ഇടാൻ ഒരു കൊട്ട കൊണ്ടുവാ. നീലി അതും പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. മതി ശ്രീയേട്ട, ഇറങ്ങ്. അത് കേട്ടതും മരത്തിൽ നിന്നും ശ്രീ ഇറങ്ങിയതും അവൻ നന്നായി കിതക്കുന്നുണ്ട്. അവൾ അവൻ്റെ നെഞ്ചിൽ തടവി കൊടുത്തു. എന്താ ഇത്? റെസ്റ്റ് എടുക്കാനുള്ള ടൈമാണ്, അപ്പോഴാണ് ഇങ്ങനെ മരത്തിൽ കയറുന്നത്? നീലി അല്പം ദേഷ്യത്തിൽ ചോദിച്ചു. ഇത്രയും നാളും ഞാൻ നല്ലൊരു ചേട്ടനായിട്ടില്ല. ഇനിയെങ്കിലും അവർക്ക് ആഗ്രഹമുള്ളതെല്ലാം നൽകണം എനിക്ക്. ശ്രീയേട്ട, ഈ കിതപ്പ് കണ്ടാൽ അവർ എന്താ വിചാരിക്കുക? അതുകൊണ്ടാണ് കൊട്ട കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു വിട്ടത്.
അവർക്കിതൊന്നും അറിയില്ലല്ലോ. ശ്രീയേട്ടൻ കൊച്ചുകുട്ടികളെ പോലെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ശ്രീയേട്ടാ? എന്താണ് ഞങ്ങൾ പോയ തക്കം രണ്ടുപേരും തെങ്ങിൻതോപ്പിൽ റൊമാൻസ് കളിക്കുവാണോ? അത് കേട്ടതും നീലി പെട്ടെന്ന് അവൻ്റെ അടുത്ത് നിന്നും മാറി നിന്നു. ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ അതൊരു ചിരിയോടെ കേട്ട് നിന്നു. അങ്ങനെ അവരെല്ലാം അതെടുത്ത് വീട്ടിൽ വരുമ്പോൾ അവിടെ ഭാമയും സ്നേഹയും വന്നിട്ടുണ്ട്. നിങ്ങളെ കാതു നിൽക്കുകയായിരുന്നു ഞങ്ങൾ. എന്തായാലും വന്നത് നന്നായി. നല്ല ചാമ്പക്ക കിട്ടിയിട്ടുണ്ട്. ഇനി ജ്യൂസും കുടിക്കാം. നീലി അകത്ത് നിന്നും ഒരു പാത്രം കൊണ്ടുവാ, നമുക്ക് ഇളനീർ ജ്യൂസ് അടിക്കാം. ഒരു ചിരിയോടെ അതും പറഞ്ഞ് അവൻ തിണ്ണയിലിരുന്നു. അവൻ്റെ സംസാരത്തിലെ ഊർജം കണ്ട് ഭാമ ഞെട്ടി അവനെ നോക്കുന്നുണ്ട്. ഇത്ര കൂളായി അവൻ സംസാരിക്കുന്നത് അവൾ ഇപ്പോഴാണ് കാണുന്നത്. നീലി പാത്രം കൊണ്ട് വന്ന് നൽകിയതും തേങ്ങയെല്ലാം പൊട്ടിച്ചതും അതുകൊണ്ടുപോയി ജ്യൂസ് അടിച്ചതും ശ്രീകാന്ത് തന്നെയായിരുന്നു. സന്തോഷത്തോടെ ജ്യൂസ് അടിക്കുമ്പോഴും അവൻ അടുക്കളയിൽ ഒരു ഭാഗത്ത് നിന്ന് എല്ലാവരും നോക്കി നിൽപ്പുണ്ട്. അവൻ്റെ അമ്മ താടിക്ക് കൈവച്ചാണ് നിൽപ്പ്. ഇനി വാ വാ വാ, എൻ്റെ ജ്യൂസ് എല്ലാവരും കുടിച്ചു നോക്ക്, എല്ലാവർക്കുമുണ്ട്. ഗ്ലാസ്സിലെല്ലാം ജ്യൂസ് നിറച്ച് അവൻ എല്ലാവർക്കും സന്തോഷത്തോടെ നൽകിയതും ഒടുവിൽ അത് ചെറിയമ്മയുടെ അടുത്തെത്തിയതും അവർ ദേഷ്യത്തിൽ ആ ജ്യൂസിലേക്ക് നോക്കി. ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയതും അത്രയും നേരം ചിരിച്ചോണ്ടിരുന്ന അവൻ്റെ ചിരി മാഞ്ഞു. തുടരും.